ഇമാതിരി നാറിയ പരിപാടി ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം ജെന്യുവനായിട്ട് നിന്നിട്ട് നമുക്കുള്ള സപ്പോർട്ട് തരണ്ട, പക്ഷേ ഡീഗ്രേഡ് ചെയ്യുന്ന ഈ ലോഡ് ഓഫ് കണ്ടസ്റ്റൻസിനെ ഇൻസൾട്ട് ചെയ്യും. ഡോക്ടർ ബിന്നിയാണോ ജെന്യുവനായിട്ട് നിന്നേ? ഡോക്ടർ ബിന്നിയാണോ അർഹിച്ച കപ്പിനുടമ? ഡോക്ടർ ബിന്നിക്ക് കപ്പ് കിട്ടില്ലെന്നാണോ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഡോക്ടർ ബിന്നി കപ്പിന് അർഹയാണെന്ന് ബിന്നി ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? നല്ല അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്, അതിനൊക്കെ നമ്മൾ അംഗീകരിക്കുന്നത്. ഇത് സംഭവം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിഗ് ബോസ് പരിപാടി തീർന്നവർ പൂട്ടിപ്പോയി. ഇപ്പോഴും അനിമോളും അനിമളുടെ PR-ഉമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ബിന്നി കുറച്ച് കാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ബിന്നി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ലളിതമായിട്ടൊന്ന് കേട്ട് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ബട്ടനെ പ്ലക്കനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഹൈപ്പ് വന്നു കഴിഞ്ഞാൽ അതേ പ്ലക്കനെ വെച്ച് കൊടുക്കുക. കമന്റ് ബോക്സിൽ പട്ടയെന്ന് 2-3 കമന്റുകൾ അങ്ങോട്ട് ഇടുക. ലൈക്ക് കൂടെ അടിക്കട്ടെ. കൂടുതലായിട്ട് ചെയ്യുന്നില്ല, നേരെ വീഡിയോയിലൊക്കെ പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് കഴിഞ്ഞതിലല്ല പ്രശ്നം. ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് കളി ഇവിടെയാണ് തുടങ്ങിയത്. ഈ കളിയൊക്കെ ഇതിനകത്തായി കളിച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ബിഗ് ബോസ് TRP റേറ്റിംഗ് അടിച്ച് തൂക്കി അയ്യത്ത് കളഞ്ഞാണ്. അമ്മാതിരി പരിപാടികളാണ് ഇപ്പൊ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അനിമോള് PR, അനിമോളെ അനുകൂലിക്കുന്ന കുറെ ആള്. അനിമോള് PR, അനിമോളെ എതിരെ പറയുന്നതിന് എന്താ പറയുന്നത്, പ്രതികൂലിക്കുന്ന, എതിർത്ത് പറയുന്ന കുറെ ആൾക്കാർ. ഇവര് തമ്മിലാണ് ഇപ്പൊ ചക്കട മുജ മാലു ആ സാധനം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡോക്ടർ ബിന്നിയാണ് അനിമോളുടെ PR-നെ അടിച്ച് ഏറി കയറ്റിയ ഒരാള്. ബിന്നി വന്നിട്ട് അനിമോക്ക് PR ഉണ്ട്, 16 ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞു എന്നൊക്കെ ഒരു മോർണിംഗ് ടാസ്കിൽ വന്ന് പറഞ്ഞപ്പോഴാണ് ഈ PR-ന്റെ ബോംബിന് തിരി കൊളുത്തി വിട്ടത്. എന്നിട്ട് ബിന്നി നൈസിന് എവിക്റ്റായി പുറത്തു വന്നതിന് ശേഷവും ബിന്നി PR-നെതിരെ ഘോരം പ്രസംഗിക്കുകയും അതിനെതിരെ ശബ്ദമുയർത്തുകയും ചെയ്ത ഒരാളാണ് ഡോക്ടർ ബിന്നി. ഇപ്പോഴും അനിമോക്ക് കപ്പ് കിട്ടി കഴിഞ്ഞപ്പോൾ അനീഷിന് കിട്ടുമെന്നായിരിക്കും അവർ വിചാരിച്ചിരുന്നത്. അനിമോക്ക് കപ്പ് കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ബിന്നി പുറത്തിറങ്ങി അന്ന് മുതൽ അനിമോളുടെ PR-നെ ടാർഗറ്റ് ചെയ്തിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അനിമോളുടെ PR-നെ. ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടർ ബിന്നിക്കും PR ഉണ്ട്. അതിന് പക്ഷേ ഇവിടെ പ്രസക്തിയില്ല, അനിമോളുടെ PR-ന് മാത്രം പ്രസക്തിയുള്ളൂ. നമുക്ക് ഡോക്ടർ ബിന്നി പറയുന്നത് കേട്ടോക്കാം. ഞാനൊരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നാണ്. ബിഗ് താങ്ക്സ് ടു അനുമോൾ. ശരിക്കും ദൈവമുണ്ട്. കാരണം ഞാൻ അനുഭവിച്ച ഒരു സൈബർ ബുള്ളിങ്, അനുമോളുടെ ഓവറായിട്ടുള്ള വീഡിയോ കാരണം ഞാൻ അനുഭവിച്ച. എന്റെ അണ്ണ, OR എന്നുള്ള പേര് മൊത്തത്തിൽ ബ്രാൻഡായില്ലേ? അപ്പൊ PR എന്നുള്ള പേര് നിങ്ങൾ വായിച്ചു കളഞ്ഞ് അതൊരു OR ആക്കി. അപ്പൊ ബിന്നിക്ക് വരെ മനസ്സിലായി അത് PR അല്ല, അത് OR ആണ്. ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ്. ഓക്കെ, OR എന്ന് പറ. സത്യം പറയാം, എനിക്ക് ഉറപ്പിച്ച് പറയാൻ അനുമോളുടെ PR ഇഷ്യൂ ആയതുകൊണ്ട് അനുമോളുടെ ആൾക്കാർ തന്നെയാണ് എനിക്ക് നേരെ വന്നിട്ട് ഇത് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കള്ളമാണ്, ഞാൻ കള്ളിയാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ കള്ളിയാണ്, PR കൊടുക്കാൻ അനുമോൾക്ക് പൈസ ഇല്ല, അനുമോൾ ഭയങ്കര കഷ്ടപ്പെട്ട് വന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കണ്ടു നോക്ക്. ഇതിനകത്ത് അനുമോള് PR കൊടുത്തതൊരു തെറ്റാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഇവ എല്ലാവർക്കും അതിനകത്ത് PR ഉണ്ട്. എൻ്റെ അറിവിൽ നെവിന് മാത്രം PR ഇല്ലാത്തായിട്ട് കാണത്തുള്ളൂ. സോ അവനാണ് ശരിക്കും ഡിസേർവിംഗ് ആയിട്ടൊരു വിന്നർ. അവനായിരുന്നു കപ്പ് കൊടുക്കേണ്ടിയിരുന്നത്. ഒരു PR-ന്റെ പിൻബലവും ഇല്ലാതെ വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ അനുമോൾ അനീഷ് എന്ന് മാത്രം കേന്ദ്രീകരിച്ച് കണ്ടന്റ് നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേന് അപ്പുറത്തുനിന്ന് പട്ടയെന്ന് കണ്ടന്റ് പൊട്ടിച്ച് അതിന് ഈക്വലായിട്ട് പിടിച്ചു നിന്ന ഒരുത്തനാണ് നെവിൻ. ശരിക്കും അവനാണ് റിയൽ വിന്നറായിട്ട് വരുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേനും ബിന്നി വന്നിട്ട് PR-നെതിരെ ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ബിന്നിക്കും PR ഉണ്ട്. ബിന്നി വിശ്വസിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ അനുമോള് PR-ന്റെ ബലത്തിൽ മാത്രമാണ് ജയിച്ചതെന്നുള്ളത്, അല്ലെങ്കിൽ PR എന്തും ചെയ്തു എന്നുള്ളതാണ്. ഈ അനുമോള് PR കൊടുത്തു എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. അനുമോള് വിന്നിങ് മെറ്റീരിയൽ ആയിട്ടുള്ളൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നമായിട്ട് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം അനുമോൾ അവിടെ ഒരുപാട് കണ്ടന്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അനുമോൾ ഉണ്ടാക്കിയ പോലെ കണ്ടന്റ് ആരും ഉണ്ടാക്കിയിട്ടില്ല അവിടെ. അനീഷ് അപ്പുറത്തുനിന്ന് വേറെ കുറെ കണ്ടന്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ അനുമോൾ ഉണ്ടാക്കിയ കണ്ടന്റുകളിൽ എനിക്ക് താല്പര്യമില്ല. അതെല്ലാം ഒരുമാതിരി മ്ലേച്ഛകരമായിട്ടുള്ള, ഒരുമാതിരി അഡൻസൊള്ളി ആയിട്ടുള്ള, നമ്മുടെ സീരിയൽ പ്രേക്ഷകരെ പണ്ട് കാലങ്ങളിൽ ആൾക്കാർ വിലയിരുത്തിക്കൊണ്ടിരുന്ന ടൈപ്പ് കണ്ടന്റുകളാണ് അനുമോൾ ഉണ്ടാക്കിയിരുന്നത്. കുൽസിതക്കാട്ട് പുതപ്പിനടിയിലെ ആ ഒരു സാധനമാണ് അനുമോൾ മൊത്തം ഉണ്ടാക്കിയത്. ആ കണ്ടന്റിനോട് എനിക്ക് താല്പര്യമില്ല. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അനീഷിന്റെ കണ്ടന്റിനോട് താല്പര്യം. PR ഒരിക്കലും ഒരു തെറ്റില്ല. പക്ഷേ ഈ PR മറ്റാൾക്കാരെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നത് അത് പ്രശ്നമാട്ടോ. അതിനെക്കുറിച്ചാണ് ഡോക്ടർ ബിന്നി ഇവിടെ പറയുന്നത്. അത് നമ്മൾ അംഗീകരിക്കുന്നു. അപ്പൊ ബിന്നി എന്താ 16 ലക്ഷം? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. 16 ലക്ഷം 15 ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത്. 15 ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത്. 16 ലക്ഷം 15 ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത്.
ഇത് ഡോക്ടർ ബെന്നി ഇതിനെ ഒന്നും അനുകൂലിച്ച് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ. ഇത് പക്ക നിങ്ങൾ അതിനെ മിസ്ലീഡ് ചെയ്യുന്നൊരു പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് അനുമോൾ സംസാരിച്ചിരുന്നത് 16 ലക്ഷം എന്നൊക്കെയാണ് 15 ലക്ഷം എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് എന്നോട് ഓഫർ ചെയ്ത എമൗണ്ട് ആണ് എന്ന് അനുമോൾ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ആ സാധനത്തിന് തൊട്ട് മുമ്പ് കൊണ്ട് കട്ട് ചെയ്തിട്ട് മറ്റേ ഒരു കംപ്ലീറ്റ് സെന്റൻസിനെ പകുതിക്ക് വെച്ചൊരു ഫുൾ സ്റ്റോപ്പ് ഒരു കോമ ഇട്ടിട്ട് അതിന്റെ മീനിങ് മാറ്റി ചെയ്യുന്നൊരു സെറ്റപ്പാണിത്. ഇതിലും നല്ലത് നമ്മൾ ഇതുപോലെ തന്നെ അനുമോൾ 1 ലക്ഷം കൊടുത്തു, പിന്നെ അല്ലെങ്കിൽ 50,000 കൊടുത്തു, 16 അങ്ങനത്തെ ഒരു സീൻ എടുക്കായിരുന്നു. ഇത് പക്ക മാനിപ്പുലേറ്റിംഗ് ആണ് ബിൻസി ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബിൻസിയുടെ വേദന നമ്മൾ മനസ്സിലാക്കുന്നു, പുള്ളിക്കാരിക്കുണ്ടായ സൈബർ അറ്റാക്ക് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ അതിന് ഞാൻ സൈബർ അറ്റാക്ക് നേരിട്ടു, പിന്നെ നേരിട്ടോട്ട് അവരും അന്ന് ചിന്തിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിനോട് എനിക്ക് അനുകൂലിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എത്ര പൈസ കൊടുത്തു? 1 ലക്ഷം. 1 ലക്ഷം കൊടുത്തില്ല. എത്ര കൊടുത്തു? ഒന്നും കൊടുത്തില്ല. 1 ലക്ഷമാണ് 50 ഞാൻ കൊടുത്തത്. ഇനി 50,000 കൊടുത്തു. 1 ലക്ഷം രൂപയ്ക്ക് ഇത്രയധികം PR കിട്ടും? 50,000 കൊടുത്തു. 50,000 കള്ളം പറഞ്ഞു. ആകെ എനിക്ക് വന്നത് ഞാൻ കാണിച്ചു കേട്ടോ. അനുവിന്റെ വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ കണ്ണുനീരും കണ്ട് സർവൈവൽ ആയിരുന്നു എന്ന് പറഞ്ഞ ഈ ഒരു ഷോയിനെ അങ്ങനെയാക്കി മാറ്റിയത് PR ടീമാണ്. സോ മീഡിയ എന്താണ് ഫീൽ ചെയ്തത് അതാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്. ഐ ഫീൽ വെരി പിറ്റി ഫോർ ദ ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് സപ്പോർട്ടേഴ്സ് ഹു സപ്പോർട്ട് അനുമോൾ PR കൊടുത്തിട്ടില്ല, അത് കൊടുക്കില്ല എന്ന് പറഞ്ഞവർ ഇപ്പൊ എവിടെയാ? എന്താ പറയാനുള്ളത്? ഇപ്പൊ അവര് പറയുന്നത് PR ചതിച്ചു, PR പുറകെ ഊത്തി എന്നാ പറയുന്നത്. ഇത് അനുമോള് PR കൊടുത്തിട്ടില്ല നല്ല ആളുകൾ പറയുന്നത്. അത് വെറും അന്തം കമ്മി ഫാൻസ് ആണ് പറയുന്നത്. കാരണം അനുമോള് പറഞ്ഞു ഞാൻ PR കൊടുത്തിട്ടുണ്ടെന്ന്, അനുമോള് ചേച്ചി പറഞ്ഞു PR കൊടുത്തിട്ടുണ്ടെന്ന്, ഈ PR തന്നെ പറഞ്ഞു ഞാൻ PR കൊടുത്തിട്ടുണ്ടെന്ന്. ഇപ്പോഴും അനുമോള് PR കൊടുത്തിട്ടില്ല എന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ തലച്ചോറെടുത്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെന്നേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അവരെല്ലാം PR-ന്റെ പ്രശ്നമല്ല ഇവിടുത്തെ പ്രശ്നം. ഈ PR മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്തു എന്നൊക്കെയുള്ളതാണ് പ്രശ്നം. പിന്നെ അതേസമയം ഇപ്പം മീൻസ് ബിന്നിക്ക് ഒരിക്കലും PR ശരിയല്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ബിന്നി PR കൊടുത്തിട്ടുള്ള ഒരാളാണ്. ബിന്നി 8 ലക്ഷം രൂപയ്ക്കിട്ടാണ് PR കൊടുത്തതെന്നാണ് അറിയാൻ സാധിച്ചത്. സത്യസന്ധമായിട്ട് എനിക്ക് അറിയത്തില്ല. എനിക്ക് ബിന്നിയെ നൂബിനെ ഒന്നും എനിക്ക് പരിചയമില്ല, അതുകൊണ്ട് അറിയാനുള്ള വകുപ്പില്ല. ഇനി പക്ഷേ ബിന്നി പറയുന്നതിൽ കുറച്ച് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റുകളുണ്ട്. നമുക്ക് ആ പോയിന്റിലേക്ക് കയറാം. ഇത് ഇത്രയും നമ്മളൊരു തമാശയായിട്ടുണ്ട്. ഇത് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. നമ്മൾ ഇനി വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററിലേക്ക് കയറാൻ പോകാം. അങ്ങനെയാക്കി മാറ്റിയത് PR ടീമാണ്. സോ മീഡിയ എന്താണ് ഫീൽ ചെയ്തത് അതാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്. ഐ ഫീൽ വെരി പിറ്റി ഫോർ ദ ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് സപ്പോർട്ടേഴ്സ് ഹു സപ്പോർട്ട് അനുമോൾ PR. ഈ അനുമോളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും എനിക്ക് പുച്ഛം തോന്നുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഡോക്ടർ ബിന്നിക്ക് അനുമോളോട് ഇഷ്ടമില്ല, ആ ഒരു സാധനത്തെ ഞാൻ എതിർക്കുന്നു. സോ നിങ്ങളുടെ അഭിപ്രായത്തെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. ഇപ്പം എനിക്കും അതേ അഭിപ്രായം തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരാൾ അനുമോളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അനുമോളുടെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അവരിഷ്ടപ്പെട്ടോട്ടെ. നീ അനുമോളെ ഇഷ്ടപ്പെടുന്നു, നീ വീരും വൃത്തിയിട്ടവൻ മ്ലേച്ഛൻ എന്ന് പറയാൻ നമുക്ക് റൈറ്റ്സ് ഇല്ല. അവരിഷ്ടപ്പെട്ടോട്ടെ. അതിന് നമുക്കെന്താ? എനിക്കത് ഇഷ്ടമല്ല, ഇത് തെറ്റാണെന്ന് നമുക്ക് പറയാം. ഇത് എൻ്റെ ഒപ്പീനിയനിൽ ഇത് തെറ്റാണെന്ന് പറയാം. പക്ഷേ അനുമോളെ ഇഷ്ടപ്പെടുന്നവന്മാരോടെല്ലാം ഐ ആം ഫീലിംഗ് അഷെയിംഡ് ഓഫ് യു, മ്ലേച്ഛകരൻ തന്നെ, പോടാ മ്ലേച്ഛ എന്ന് പറയുന്ന സാധനം അതും എനിക്ക് ബിന്നി പറയുന്നതിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഭയങ്കര പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് സംസാരിക്കുന്ന പോലെയാണ് ഈ അനുമോളായാലും ബിന്നി ആയാലും റെന ഫാത്തിമ ആയാലും ഷൈറ്റയിലും എല്ലാവരും സംസാരിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ. പക്ഷേ ബിന്നി സംസാരിക്കുന്നതിനകത്ത് കുറെ പോയിന്റ്സ് ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം. കൊടുത്തിട്ടില്ല, അത് കൊടുക്കില്ല എന്ന് പറഞ്ഞവർ ഇപ്പൊ എവിടെയാ? എന്താ പറയാനുള്ളത്? ആൻഡ് താങ്ക്സ് ടു വിനു. അനുമോളുടെ കൂടെ അല്ലായിരുന്നു അനുമോൾ എല്ലാവരും ഫിക്സ് ചെയ്യുന്നത്. എനിക്ക് ഞാൻ എഴുതി വെച്ചാൽ അനുമോൾ ഒരു 50 ദിവസം 60 ദിവസം വിക്റ്റ് ആയിട്ട് നാണം കിട്ടിയ വിക്റ്റ് ആയിട്ട് ആ പെണ്ണിനെതിരെ അടുത്തൊരു 10 കൊല്ലത്തേക്ക് സൈബർ അറ്റാക്കും പിടിച്ച് ആ പെണ്ണിന്റെ കരിയർ അടക്കം നശിപ്പിച്ച് ആ പെണ്ണ് വഴിതാരാണ്. ഇതാണ് ഒരു വാലിഡ് പോയിന്റ്. കാരണം ഈ PR തന്നെ പറയുകയാണ് അനുമോള് 50 ദിവസം 60 ദിവസം നിൽക്കാനുള്ള എലിജിബിലിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റന്റ് മാത്രമായിരുന്നു. അല്ലാതെ അവൾ 100 ദിവസം ബിന്നിങ് മെറ്റീരിയൽ അല്ല. അവളൊരു 50 ദിവസം 60 ദിവസം നിന്നിട്ട് അവൾ കാട്ടിക്കൂട്ടിയ കാട്ടായങ്ങൾക്ക് നാണം കെട്ട് പുറത്ത് വന്നിട്ട് കരിയർ തന്നെ നശിപ്പിച്ചിരുന്നേനെ. ഇതാണ് അനുമോളുടെ PR-ന്റെ അനുമോളെ കുറിച്ചിട്ടുള്ള പെർസ്പെക്റ്റീവ്. അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് പണിയെടുത്ത് സപ്പോർട്ട് ചെയ്ത് അവളെ തേച്ച് മാറ്റി വെളുപ്പിച്ച് ഞാൻ കിഡോസ്കിയാക്കി കപ്പ് മേടിച്ച് കൊടുത്തു. എൻ്റെ കഴിവിലാണ് കപ്പ് കിട്ടിയെന്ന് പുള്ളിക്കാരൻ തന്നെ അംഗീകരിക്കുകയാണ്. പുള്ളിക്കാരൻ തന്നെ പറയാണ്, PR തന്നെ പറയാണ് 60 ദിവസം മാത്രം നിൽക്കാൻ അർഹതയുള്ള അല്ലെങ്കിൽ അത്രയും മാത്രം സ്കില്ലുള്ള ഒരാളെ ഞാൻ 100 ദിവസം നിർത്തി, ബാക്കി 40 ദിവസം എൻ്റെ കഴിവാണ്. ഇതാണ് പറയുന്നത്. ഇതിനെയാണ് ബിന്നി എതിർക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കേട്ടോ. ഞാൻ അതിൽ പ്രൗഡാണ്. ഞാൻ ആ പെണ്ണിന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് ആ പെണ്ണിപ്പോഴും സർവൈവ് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. പുള്ളി പറയുന്നത് ഡേർട്ടി ഗെയിം ആണെങ്കിലും കുഴപ്പമില്ല, എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാൽ മതി, വിളിപ്പിച്ചോളും. എന്ത് മിസ്റ്റേക്ക് കാണിച്ചാൽ കള്ളം പറയാം, മോഷ്ടിക്കാം, ജാക്കി വെച്ചു എന്ന് പറയാം, സദാചാരം കള്ളം പറയാം, മോഷ്ടിക്കാം, മറ്റേ സാധനം വെച്ചു എന്ന് പറയാം, അതെല്ലാം പറയാം. അതെല്ലാം ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതെല്ലാം പറയാം, അതൊന്നും കുഴപ്പമില്ല. അല്ല, അതൊക്കെ ഭയങ്കര പേഴ്സണലായിട്ട് എടുക്കുമ്പോഴാണ്. ഇപ്പോൾ കള്ളം പറയുക എന്നുള്ളത് ആ ഗെയിമിൽ കള്ളം പറയുക, മാനിപ്പുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുക, ബിന്നി അതിനാണുള്ള പേരെടുത്തത്. അതെല്ലാം ആ ഗെയിമിന്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്. ബിന്നി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ ബിന്നി വിജയിച്ചിട്ടുണ്ടെങ്കിൽ യു ആർ സക്സസ് ആസ് എ ഗെയിമർ.
ആ ഒരു ഗെയിമിൽ നിങ്ങൾ സക്സസ് ആയി. നിങ്ങൾ കുത്തിത്തിരിക്കാൻ നോക്കിയിട്ട് സാധനം പാളിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളൊരു ഗെയിമറായിട്ട് തോറ്റു, നിങ്ങളൊരു മനുഷ്യനായിട്ട് ജയിച്ചു. അതൊക്കെ ചെയ്യാം, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ അതിനെ പുറത്ത് വെളുപ്പിക്കുമ്പോൾ മറ്റൊരു കണ്ടസ്റ്റന്റിന്റെ മുഖത്ത് കരിവാരി പുരട്ടുന്നതാണ് പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ. ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം, അവരെ മോശം ഞങ്ങളുടെ എന്ത് രാഗം എന്ത് ചെയ്താൽ കുഴപ്പമില്ല, അതെല്ലാം പോസിറ്റീവാക്കി മാറ്റി കുറച്ച് കച്ചിലും കൂടി ഇട്ടാൽ മതി. അപ്പോൾ കറക്റ്റ് അത് പോസിറ്റീവാക്കി മാറ്റാൻ പുള്ളിയെ കൊണ്ട് മാത്രം പറ്റും എന്ന് വീണ്ടും തെളിയിച്ചിരിക്കും. ഈ ആഴ്ച അത് അയാളുടെ കഴിവാണ്, അയാളുടെ ടാലന്റ് ആണത്. നമ്മളത് അംഗീകരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. അയാള് അഖിൽമാരെ ജയിപ്പിച്ചെന്ന് ഇപ്പൊ പറയപ്പെടുന്നു. ജിൻഡോയെ ഇതുപോലെ തേച്ച് മാറ്റി പോസിറ്റീവ് ആക്കി എടുത്തു, അനുവിനെ പോസിറ്റീവ് ആക്കി എടുത്തു, അല്ലെങ്കിൽ അനുവിന് വേണ്ടി ഭയങ്കരമായിട്ടുള്ള പണിയെടുത്തിട്ടുണ്ട്. ആ അനുവിനെ വോട്ട് പിടിക്കാനല്ല അയാൾ പണിയെടുത്തത്, അനു ഉണ്ടാക്കിയ ചീത്തപ്പേരിനെ വെളുപ്പിക്കാൻ അയാൾ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. സോ അയാൾ പണിയറിയാവുന്നൊരുത്തനാണ്, അത് അംഗീകരിക്കണം. അടുത്ത തവണ അപ്പൊ അയാൾക്ക് ഭയങ്കര ഡിമാൻഡ് ഉണ്ടാവും. പിന്നെ വരത്ത് ബാക്കിയേക്കാം. ഞാൻ കുറച്ച് മുമ്പ് പോസ്റ്റ് ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേര് ഏറ്റെടുത്തിട്ടുണ്ട്. ജെനുവിൻ ആയിട്ടുള്ള നട്ടലിൽ വളയ്ക്കാത്ത ഒരു PR ടീമിൽ നിന്ന് സ്വാധീനിക്കപ്പെടാത്ത കുറെ മീൻസ് തലയിൽ ആൾതാമസമുള്ള ബ്രെയിൻ യൂസ് ചെയ്യുന്ന ജെനുവിൻ BP ഓഡിയൻസിന് അത് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇത് ഗെയിം കഴിഞ്ഞു എന്നുള്ള കാര്യം എനിക്കറിയാം. ഒരു ഇന്റർവ്യൂ ഫുൾ കാണാതെയല്ല ഞാൻ ആ വീഡിയോ ഇട്ടിരിക്കുന്നത്. സോ എനിക്ക് അന്ന് തെളിയിക്കാൻ പ്രൂഫ് ഇല്ലായിരുന്നു, കാരണം മൈക്ക് മാറ്റി പറഞ്ഞതുകൊണ്ടും അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ദൈവം ഉള്ളത് കൊണ്ട് തന്നെ അവളുടെ വായിൽ നിന്ന് തന്നെ അത് വീണു. അത് പറഞ്ഞത് കള്ളമായിരിക്കാം എന്ന് അവളുടെ PR തന്നെ പറഞ്ഞതും ഞാൻ പറയും. അനു പറയുന്നത് കള്ളമാണെന്ന് ഡോക്ടർ ബിന്നി പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം അനു പറയുന്നത് മൊത്തം കള്ളമാണെന്നുള്ളത്. അതിനകത്ത് വെച്ച് കഥയൊന്നുമില്ല. അനു പലപ്പോഴും ഈ നിസാരം അനു വീട്ടിൽ വന്നതിന് ശേഷം അനു ഹൗസിൽ വെച്ച് വാദിച്ചത് ഈ PR-നെ എനിക്കറിയില്ല, ഞാൻ അന്നേരമാണ് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്, എല്ലാവരും PR വേണമെന്ന് പറഞ്ഞപ്പോൾ അപ്പം ഞാൻ വിളിച്ചിട്ട് പുള്ളി എടുത്തില്ല, പിന്നെയാണ് സംസാരിച്ചതെന്നൊക്കെ പറയുന്നു. പക്ഷേ ഈ PR-നെ എടാ പോടാന്ന് വിളിക്കത്തക്ക ഒരു ബന്ധമാണ് അനുവിനുള്ളത്. അനു ഫുള്ള് കള്ളം പറഞ്ഞിരിക്കുന്നത്, അവിടെ എല്ലാവരും കള്ളം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വലിയ കഥയൊന്നുമില്ല. പക്ഷേ അത് മോശമായിപ്പോയി, അത് മ്ലേച്ഛമായിപ്പോയി. നമ്മൾ ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്തുപാട് ഇത്, നമ്മൾ പൊട്ടന്മാരാണോ? അവളുടെ ടീം അവളുടെ PR ടീം മാത്രം പറഞ്ഞാണ്. പിന്നെ ഇത് എന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ കള്ളത്തരമല്ല. എന്നെ കള്ളീര് വിളിച്ചവരുടെ മുമ്പിൽ PR ടീമിന്റെ മുമ്പിൽ എനിക്ക് അവരെ എക്സ്പോസ് ചെയ്യാൻ കിട്ടിയ ഒരു ചാൻസ് ഞാൻ ചെയ്യാതിരിക്കില്ല, ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും. ആൻഡ് അതിന്റെ പേരിൽ വീണ്ടും കൊല്ലാൻ്റെ വർക്ക് കൊണ്ടിട്ടുണ്ട്. അവർ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. അവരുടെ PR ചേട്ടൻ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. ഈ കമന്റിനെ അതിവിദഗ്ധമായി ബിന്നി ഡിലീറ്റും ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഈ സാധനത്തിനകത്ത് പുള്ളിക്കാരൻ പറയുന്നത് ഞാനല്ല നിങ്ങൾക്കെതിരെ പ്രശ്നം ഉണ്ടാക്കിയ, നിങ്ങളൊരു BB മെറ്റീരിയൽ അല്ല, നിങ്ങൾ അനുവിനൊരു കോമ്പറ്റീഷനേ അല്ല, അതുകൊണ്ട് നിങ്ങളെ കരിവാരി പെരട്ടേണ്ട കാര്യം എനിക്കില്ല. നിങ്ങൾ ഒരു BB മെറ്റീരിയൽ അല്ല, നിങ്ങൾ അനുവിനൊരു എതിരാളിയല്ല, അതുകൊണ്ട് എനിക്ക് നിങ്ങളെ പേഴ്സണലി അറ്റാക്ക് ചെയ്യേണ്ട കാര്യമില്ല. സോ അങ്ങനെ BB മെറ്റീരിയൽ ആയിട്ടുള്ള പേഴ്സണലി അനുവിന് എതിരായിട്ടുള്ള ഒരാളെ അപ്പം ഞാൻ ചെയ്തിട്ടുണ്ടാവാം എന്നൊരു മീനിങ് ഇത് വരുന്നുണ്ട് കേട്ടോ. അത് തെറ്റാൻ്റെ മിനിമം എന്തുവാണോ ഇത് ടീംസ് ഇറങ്ങിയിട്ടുണ്ട്. സോ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു PR വരും, അവൻ കമന്റ് ഇടും, അവരെ സപ്പോർട്ട് ചെയ്ത് അവന്റെ PR ടീംസ് വരും. അതൊക്കെല്ലാം ഞാൻ കൊടുത്ത റിപ്ലൈ ഇത്രേ ഉള്ളൂ, PR വന്നു അല്ലേ, PR ടീം വന്നു അല്ലേ എന്നാണ് റിപ്ലൈ കൊടുത്തത്. ആൻഡ് അപ്പൊ തന്നെ എനിക്കറിയാം PR ടീം അല്ലാതെ ജെനുവിൻ അക്കൗണ്ടിൽ കൊണ്ട് റിപ്ലൈ ചെയ്യിപ്പിക്കൂ അല്ലെങ്കിൽ കമന്റ് ഇടിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും അവരുടെ അടുത്ത നീക്കം. പക്ഷേ ഇത് നമുക്ക് നീക്കം എന്ന് ഊഹാപോഹങ്ങൾ പറയാനല്ലേ പറ്റൂ. ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കാനല്ലേ. പക്ഷേ ഇതിന് എന്റെ ഭാഗത്ത് ശരിയാണ്. അതുകൊണ്ട് തന്നെ ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് എന്റെ പ്രൂഫ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ മോശമായിട്ട് നമ്മൾ കണ്ടസ്റ്റൻസിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ കാശ് വാങ്ങിച്ചിട്ട് ഇമാതിരി നാറിയ പരിപാടി ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം ജെന്യുവൻ ആയിട്ട് നിന്നിട്ട് നമുക്കുള്ള സപ്പോർട്ട് തരണ്ട. പക്ഷേ എന്റെ പൊന്നളിയെ ജെന്യുവനായിട്ട് ആര് നിന്ന്? ഡോക്ടർ ബിന്നിയാണോ ജെന്യുവനായിട്ട് എന്ന് പറയുന്നത്? അനീഷാണോ ജെന്യുവനായിട്ട് എന്ന് പറയുന്നത്? അനുവാണോ ജെന്യുവനായിട്ട് എന്ന് പറയുന്നത്? അക്ബറാണോ ജെന്യുവനായിട്ട് നിന്നത്? നെവിനാണോ? ആരെ ജെന്യുവനായിട്ട് നിന്ന് ആരാണ്? അതിനകത്ത് ജെന്യുവനായിട്ട് നിൽക്കുന്നൊരു സാധനം ഇല്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വീട്ടിൽ പോവാം. ഇൻസൾട്ട് ചെയ്യും, അർഹിക്കുന്നവർക്ക് കിട്ടാതെ വേറെ കൈകളിലേക്ക് പോകുന്ന കാണുമ്പോൾ ഇൻജസ്റ്റ് അത് ഓക്കെ. അർഹിച്ചത് അനീഷിനായിരുന്നു എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അനീഷിന് കിട്ടിയില്ലത്, അത് ഓക്കെ തോന്നുന്നുണ്ട്. സോ അതിന്റെ പ്രൂഫ് ഞാൻ കാണിക്കാം. ഇതിൽ എനിക്ക് മര്യാദ ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങളുടെ നമ്പർ ബ്ലർ ആക്കിയിട്ടുണ്ട്. ബട്ട് നമുക്ക് പ്രൂഫിലേക്ക് ഡയറക്റ്റ് പോവാം. ഇതൊക്കെയാണ് ഡോക്ടർ ബിന്നി ഇട്ടിരിക്കുന്ന പ്രൂഫ്. അതിനുള്ള മറുപടി ഉടൻ തന്നെ ബിന്നി കൊടുത്തോളം മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പോസ്റ്റ് കമന്റ് ഇടുക. മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പോസ്റ്റിന് കമന്റ് ഇടാൻ ഓക്കെ. മറ്റൊരു കമന്റ്, ഇതാരാടെ ഇട്ടത്? എല്ലാവരും റിയൽ അക്കൗണ്ടിൽ നിന്ന് കമന്റ് ചെയ്യ്. അഭിലാഷ് റീട്വീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും റിപ്പോർട്ട് മാക്സിമം സ്ക്രീൻഷോട്ട് പോവും, സ്ക്രീൻഷോട്ട് പുറത്തു പോകും. അതുകൊണ്ട് എല്ലാവരും എന്തൊക്കെ ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള സംഭവം. അനുവിനെ അല്ലെങ്കിൽ PR ടീം ഒന്നടങ്കം ചേർന്നിട്ട് ഒരാളെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നു. ഇത് PR ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നടക്കുന്നൊരു സാധനമാണ്. ഇപ്പം ഞാൻ സൂര്യ ഫാൻസ്, വിജയ് ഫാൻസ്, അല്ലെങ്കിൽ മമ്മൂട്ടി ഫാൻസ്, മോഹൻലാൽ ഫാൻസ്, ഇങ്ങനെ പലതരം ഫൈറ്റുകൾ കണ്ടിട്ടുണ്ട്. ഇതിൽ പല ഗ്രൂപ്പുകളിൽ ഞാൻ ഉണ്ടായിരുന്നു, ഇപ്പോഴല്ല പണ്ട്. ആ സമയത്ത് മമ്മൂട്ടിയുടെ ഒരു പടം ഇറങ്ങുമ്പോൾ മോഹൻലാൽ ഫാൻസ് പറയും അത് ഡീഗ്രേഡ് ചെയ്യണം, കൊള്ളത്തിലെന്ന് പറയണം, ഇതാക്കണം, മറ്റേതാക്കണം. ഇത് ആരും PR കൊടുക്കുന്നൊന്നുമല്ല.
ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന അങ്ങനെയും ആകാം, അല്ലാതെ ആകാം, എങ്ങനെയാണെങ്കിലും ഇത് തെറ്റാണ്. ബിന്നി പറഞ്ഞതിൽ കുറേ വാലിഡ് പോയിന്റ്സ് ഉണ്ട്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പറഞ്ഞതുപോലെ എനിക്ക് പേഴ്സണലി ഫീലായി. അപ്പോൾ പേഴ്സണൽ ഗ്രഡ്ജ് മാറ്റി വെക്കുക. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗെയിം തീർന്നു, അതവിടെ വിടുക. നിങ്ങൾക്ക് അനുവിനോട് മിണ്ടാൻ താല്പര്യം ഉണ്ടെങ്കിൽ മിണ്ടുക, അവരുണ്ടെങ്കിൽ മിണ്ടെന്തെങ്കിലും മിണ്ടണ്ട. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോകുക. നിങ്ങൾ ഉണ്ടാക്കേണ്ട ഫെയിം നിങ്ങൾ ഉണ്ടാക്കി, നിങ്ങൾ ഒരുപാട് ആൾക്കാരുടെ ഹൃദയം ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് മുമ്പോട്ട് പോവുക. വെറുതെ അനുവിനോട് പറഞ്ഞ് അനാവശ്യമായി ഈ ടോപ്പിക്കിനെ വലിച്ചു നീട്ടി നിങ്ങളുടെ ഒരു വില നിങ്ങൾ തന്നെ ഇടിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ബിന്നിനെ എനിക്ക് തുടക്കത്തിലേക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളെ രേഖപ്പെടുത്തുവാൻ ബൈ.